പ്ലസ് ടു എക്സാമിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സോ ഈ ഒരു സമയത്ത് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പറയുകയാണ് 9 ചാപ്റ്റേഴ്സ് 14 ചാപ്റ്ററിൽ പ്ലസ് ടുവിലെ 9 ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലസ് ടു ബോർഡ് എക്സാമിന് കേരള സ്റ്റേറ്റ് ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് ഈ 9 ചാപ്റ്റർ പഠിച്ചാൽ 80% മാർക്ക് നിങ്ങൾക്ക് കയ്യിൽ തരാം എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സന്തോഷമാവില്ലേ? യെസ്, ആ ഒരു സന്തോഷമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കാരണം 14 ചാപ്റ്ററിൽ 9 ചാപ്റ്റേഴ്സ്, ഓക്കെ, ഞാൻ പറയുന്ന ഈ 9 ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ 80% മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. ഓക്കെ, സോ അങ്ങനെ 80% മാർക്ക് ഫോക്കസ് ചെയ്യുന്നവരെ ഡെഫിനറ്റ്ലി ഈ വീഡിയോ സ്റ്റാർട്ടിങ് ടു എൻഡ് കാണാം. ഓരോ ചാപ്റ്റേഴ്സും നോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, സോ നമ്മുടെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്റർ ഏതാണ്? ആർക്കെങ്കിലും ഗസ് ചെയ്യാവോ? ഓക്കെ, വേഗം കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ എക്സ്പെക്ടേഷനിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്റർ ഏതാണ്? യെസ്, റേ ഓപ്റ്റിക്സ് ആണ് നമ്മുടെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്റർ. ദെൻ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഓക്കെ, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സും അതുപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസും ആണ് ഈക്വലി വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ. ക്ലിയർ? ദെൻ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. അതിൽ ഒരുപാട് ടോപ്പിക്സ് ഒന്നും ഒഴിവാക്കിയിട്ടില്ലെങ്കിലും സ്റ്റിൽ അതിനെന്താണ്? യെസ്, വെയിറ്റേജ് ഉണ്ട്. ദെൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ. ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒന്നും ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം വളരെ 2 കോൺസെപ്റ്റ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻറ്റയർ ചാപ്റ്റർ ഈസി ആയിട്ട് നമുക്ക് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ ഡെഫിനറ്റ്ലി നമ്മുടെ വേവ് ഒപ്റ്റിക്സ് ഉണ്ട്. വേവ് ഒപ്റ്റിക്സ് നല്ലപോലെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ദെൻ അതിനുശേഷം വേഗം നമ്മൾ വരേണ്ടത് കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ ഓരോ ടോപ്പിക്സ് നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ചാപ്റ്ററാണ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. സോ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ കവർ ചെയ്യുവാണെങ്കിൽ 80% മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഈ 9 ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ 80% മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. സോ ഏതൊക്കെയാണ് നമ്മുടെ ചാപ്റ്റേഴ്സ്? റേ ഓപ്റ്റിക്സ് ഉണ്ട്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ഉണ്ട്, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, വേവ് ഒപ്റ്റിക്സ്, ദെൻ അഗെയിൻ യെസ് കറണ്ട് ഇലക്ട്രിസിറ്റി. ഓക്കെ, ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. സോ വേഗം തന്നെ നിങ്ങൾ പഠിക്കുമ്പം ഈ ഒരു പ്രയോറിറ്റൈസ് ചെയ്ത് ഇത്രയും ചാപ്റ്റേഴ്സിന് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. 80% മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിരിക്കും. സോ ഇതുപോലെ നിങ്ങൾക്ക് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ ടോപ്പിക്സ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ സ്റ്റേ ട്യൂൺ ടു വേദാന്തു മലയാളം ചാനൽ. ഞങ്ങൾ പുതിയ വീഡിയോസ് ആയിട്ട് വേഗം വരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്.